ദുബായ് ഒരു കാലത്ത് മത്സ്യബന്ധനവും മുത്തും പെറുക്കി ജീവിച്ച ദുബായ് ഇന്ന് ഒരു ആഗോള പ്രതീകമായി മാറിയ ഒരു എമിറേറ്റാണ്. ഇത് അതിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃകത്തെ ഭാവിയിൽ സാങ്കേതിക വിദ്യയുമായി പരസ്പരം ബന്ധിപ്പിക്കുന്നു. ആകാശം മുട്ടി നിൽക്കുന്ന ബുർജ് ഖലീഫയും കൃത്രിമമായി മരുഭൂമിയിൽ നിർമ്മിച്ച പാം ജുമൈറ ദ്വീപുകളും ഇവിടെയുണ്ട്. സ്വർണ്ണ മണൽ തരികളിൽ ആവേശകരമായ ഡെസേർട്ട് സഫാരി ആസ്വദിക്കാനും മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഭാവിയിലെ നാളെയുടെ ദൃശ്യങ്ങൾ ഇന്ന് കാണാനും ഇവിടെ സാധിക്കും. എന്നീ തുടങ്ങി പറഞ്ഞാൽ തീരാത്ത കണ്ട് മതിയാവാത്ത ഒരു നാടാണ് ദുബായ്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ യാത്ര ദുബായിലേക്കാണ്. അതിമനോഹര സമൃദ്ധമായ പൈതൃകം കാരണം ദുബായിയെ പേൾ ഓഫ് ദ ഗൾഫ് എന്നും ജ്വൽ ഓഫ് ദ വേൾഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. മറ്റു നഗരങ്ങളിൽ നിന്ന് ഇതിന്റെ സാമ്പത്തിക കരുത്ത് കാരണം ഇതിനെ ഗൾഫ് ഓഫ് ദ ടൈഗർ എന്ന പേരിലും വിളിക്കുന്നു. UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ഗൾഫ് രാജ്യമാണ്. ഇത് അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കുകിഴക്കേ അറ്റത്തുള്ള പേർഷ്യൻ ഗൾഫ് തീരത്തായി സ്ഥിതി ചെയ്യുന്നു. ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും UAE അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരു രാജ്യം രൂപം കൊണ്ട പോലെയാണ് UAEയിൽ 7 എമിറേറ്റുകൾ ചേർന്ന് ഒരു രാജ്യമായി മാറിയത്. ഓരോ എമിറേറ്റും ഭരിക്കുന്നത് ഒരു അമീറോ അല്ലെങ്കിൽ ഭരണാധികാരിയോ ആണ്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവയാണ് ഈ പറഞ്ഞ 7 എമിറേറ്റുകൾ. ഇതിൽ അബുദാബിയാണ് ഏറ്റവും വലിയ എമിറേറ്റും UAEയുടെ തലസ്ഥാനം എന്ന് പറയുന്നതും. ഇത് രാജ്യത്തിന്റെ ഏകദേശം 86% വരുന്ന ഭൂപ്രദേശവും ഉൾക്കൊള്ളുന്നതാണ്. ഇത് ഭരിക്കുന്ന അമീർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ്. വിസ്തീർണത്തിൽ വലുപ്പത്തിന്റെ കാര്യത്തിൽ UAEയിലെ രണ്ടാമത്തെ വലിയ എമിറേറ്റും ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാമതുമാണ് ദുബായ്. ദുബായിയുടെ ആകെ വിസ്തീർണ വലുപ്പം ഏകദേശം 4114 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിൽ ഈ പറഞ്ഞ അളവിൽ പാം ജുമൈറയും വേൾഡ് ഓഫ് ദ ഐലൻഡ് പോലുള്ള കൃത്രിമ ദ്വീപുകൾ ഉൾപ്പെടുന്നില്ല. കടൽ തീരം വർദ്ധിപ്പിക്കുന്നതിനായി കടലിൽ നിന്നും മണലെടുത്താണ് ഈ ദ്വീപുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ദുബായിക്ക് 72 കിലോമീറ്റർ നീളമുള്ള പ്രകൃതി സമ്പന്നമായ ഒരു കടൽ തീരമുണ്ട്. ഒരു ചതുരാകൃതി പോലെ തോന്നിപ്പിക്കുന്ന ദുബായിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് അബുദാബിയും വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഷാർജയും അതിർത്തി പങ്കിടുന്നു. അതുപോലെ ദുബായിയുടെ ഹത്ത മേഖലയിൽ അജ്മാൻ, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകളും അതിർത്തി പങ്കിടുന്നു. ഇനി ഇതൊന്നും കൂടാതെ ദുബായ് എന്ന എമിറേറ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു അന്താരാഷ്ട്ര രാജ്യം ഒമാനാണ്. ദുബായ് നമുക്ക് പ്രധാനമായും 3ആയി തരംതിരിക്കാം. ഒന്നാമതായി ദുബായ് നഗരം, രണ്ടാമതായി മരുഭൂമി പ്രദേശം, മൂന്നാമതായി മലയോര മേഖലയായ ഹത്ത. ദുബായ് നഗരമാണ് ഈ എമിറേറ്റിന്റെ തലസ്ഥാനവും ഏറ്റവും വികസിതപരമായ ഭാഗവും. ലോക പ്രശസ്തമായ ബുർജ് ഖലീഫയും ദുബായ് മാളും സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിലാണ്. ദുബായ് ക്രീക്കിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഈ നഗരം വ്യാപിച്ചു കിടക്കുന്നത്. ദേരയെയും ബർ ദുബായിയെയും പഴയ ദുബായ് എന്ന് വിളിക്കുന്നു. ഇവ ഈ നഗരത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുന്നു. മരുഭൂമി പ്രദേശം പ്രധാനമായും ഡെസേർട്ട് സഫാരിക്കും ബെഡൂയിൻ സംസ്കാരത്തിനും വളരെ പ്രസിദ്ധമാണ്. ഹത്ത എന്നത് ദുബായിലുള്ള ഒരു മലയോര മേഖലയാണ്. ദുബായ് നഗരത്തിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പർവ്വത മേഖലയാണ് ഹത്ത. ഹത്ത ഡാം, ഹത്ത ഹെറിറ്റേജ് വില്ലേജ്, സോർബിങ്, സിപ്പ് ലൈനിങ് എന്നീ പ്രവർത്തനങ്ങളിൽ ഹത്ത വളരെ പ്രസിദ്ധമാണ്. UAEയുടെ സമയം ഇന്ത്യൻ സമയത്തേക്കാൾ 1.5 മണിക്കൂർ പിന്നിലാണ്. ദുബായിയുടെ കറൻസി പണം ദിർഹമാണ്. നിലവിൽ ഏകദേശം ഒരു UAE ദിർഹമിന് ഇന്ത്യയിലെ മൂല്യം 24 രൂപയോളമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇന്നോവേഷനുകളും ടെക്നോളജിക്കും പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ദുബായിലെ വിദ്യാഭ്യാസ നിരക്ക് 90%-നും വളരെ മുകളിലാണ്. UAEയിലെ ഔദ്യോഗിക മതം ഇസ്ലാമാണ്. എന്നിരുന്നാലും ഇവിടെ എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്നു. അറബിയാണ് ഔദ്യോഗിക ഭാഷ എങ്കിലും ഇവിടെ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ മേഖല അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ സാക്ഷരതാ നിരക്ക് 92%-നും അധികമാണ്. ദുബായിലെ ജനസംഖ്യയുടെ 89%-ത്തിലും അധികവും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികളാണ്.
ദുബായിലെ പണത്തിന് ഇന്ത്യയിൽ മൂല്യമുള്ളതിനാലും ശമ്പളത്തിന് നികുതിയില്ലാത്തതും അതുപോലെ വളരെ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുമാണ് ലോകത്തുള്ള ആളുകളെയെല്ലാം ഇവിടേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത്. ദുബായിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വർഷം 1833 കാലത്താണ് അൽ മക്തൂം രാജകുടുംബം ഇന്നത്തെ ദുബായ് ക്രീക്കിന്റെ തീരത്ത് വന്ന് താമസിക്കുന്നത്. ആ ഒരു കാലത്ത് ഇവരുടെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും പേളിങ്ങുമായിരുന്നു. 1929 ആഗോള സാമ്പത്തിക മാന്ദ്യം എല്ലാ രാജ്യങ്ങളെയും പോലെ ഈ ചെറിയ ദുബായിയെയും ബാധിച്ചു. അതുകൂടാതെ ജപ്പാനിൽ നിന്നുള്ള കൃത്രിമ മുത്തുകളുടെ വരവും ഇവരുടെ ഈ മേഖലയെ സാരമായി തന്നെ ബാധിച്ചു. എന്നാൽ വർഷങ്ങളുടെ അപ്പുറം 1966 ദുബായിയുടെ മരുഭൂമിയിൽ ക്രൂഡ് ഓയിൽ കണ്ടെത്തിയത് ദുബായിയുടെ തലവിധി തന്നെ അന്ന് മാറ്റിമറിച്ചു. അന്നത്തെ മക്തൂം കുടുംബത്തിന്റെ തലവനായ ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം തന്റെ ദീർഘവീക്ഷണത്തോടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ദുബായിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്തു. അന്ന് മുതലാണ് ആധുനിക ദുബായിയുടെ തുടക്കം കുറിക്കുന്നത്. ഇന്ന് ദുബായിയുടെ വരുമാനത്തിന്റെ വെറും 2% താഴെ മാത്രമാണ് എണ്ണയിൽ നിന്നും ലഭിക്കുന്നുള്ളൂ. പ്രധാനമായും ടൂറിസം, വ്യാപാരം, റിയൽ എസ്റ്റേറ്റ് ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ദുബായ് ലോകത്ത് ദുബായി ആയി മാറിയത്. ഇന്നത്തെ ദുബായ് എന്ന എമിറേറ്റിന്റെ ടോട്ടൽ GDP എന്ന് പറയുന്നത് $120 ബില്യൺ ആണ്. ഇത് ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ടോട്ടൽ GDPക്ക് തുല്യമാണ്. ദുബായിയുടെ വരുമാനത്തിന്റെ പ്രധാന മേഖലകളിൽ ഒന്നായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ബുർജ് ഖലീഫയാണ്. 828 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ നിലവിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണിത്. ഇതിന്റെ 124, 125, 148 എന്നീ നിലകളിൽ നിന്ന് ദുബായ് നഗരത്തിന്റെ മനോഹരമായ കാഴ്ച കാണാവുന്നതാണ്. 2010 പ്രവർത്തനം ആരംഭിച്ച ഈ കെട്ടിടത്തിനുള്ളിൽ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട്. പാം ജുമൈറ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നിർമ്മിതി തന്നെയാണ്. ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് പാം ജുമൈറ. ആഡംബര വില്ലകൾ, ടൗൺ ഹൗസുകൾ, വലിയ ആഡംബര ഹോട്ടലുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ വലിയൊരു ഇടമാണ് പാം ജുമൈറ. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടമായി വിശേഷിപ്പിക്കുന്ന ഈ മ്യൂസിയത്തിനുള്ളിൽ 2071 ഭാവിയിലെ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് ഇതിനകത്ത് കാണാൻ സാധിക്കും. 7 നിലകളുള്ള ഈ മ്യൂസിയത്തിനുള്ളിൽ ഭാവിയിലുള്ള ശാസ്ത്രം, ടെക്നോളജി എന്നിവയെല്ലാം ഇന്നത്തെ തലമുറക്ക് കാണാനായി നിർമ്മിച്ചതാണ്. 2022 ദുബായിയുടെ റൂളറായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ദുബായ് മിറാക്കിൾ ഗാർഡൻ ദുബായിലുള്ള മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. കോടിക്കണക്കിന് പൂക്കളും മരങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ ഉദ്യാനമാണിത്. 2013 ഒരു വാലന്റൈൻസ് ഡേക്കാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതൊന്നും കൂടാതെ ദുബായ് മാൾ, ദുബായ് മറീന, ദുബായ് ഡെസേർട്ട് സഫാരി, ദുബായ് ഡിപ്പ് ഡൈവ് എന്നിവയെല്ലാം കാണാനും അനുഭവിക്കാനുമായി ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകളാണ് ദുബായിലേക്ക് എത്തുന്നത്. ഇവിടത്തെ ഏറ്റവും പ്രധാന ഭക്ഷണം അൽ ഹാരിസ്, മജ്ബൂസ്, ഷവർമ കൂടാതെ കടൽ ഭക്ഷണങ്ങൾ എന്നിവയെല്ലാമാണ് ദുബായിലെ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങൾ. ലുക്കൈമാത്ത് എന്ന മധുര പലഹാരവും അറബിക് സുലൈമാനിയുമാണ് ഇവിടെയുള്ളവർ അതിഥികൾക്ക് നൽകുന്ന പ്രധാന ഭക്ഷണങ്ങൾ. ഇവിടെയുള്ള ആളുകളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് നീളമുള്ള വെളുത്ത നിറമുള്ള കന്തൂറയും അതുപോലെ സ്ത്രീകൾക്ക് കറുത്ത നിറമുള്ള അബായ വസ്ത്രവുമാണ് ഇവർ അധികവും ധരിക്കുന്നത്. ദുബായ് നഗരത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ഇവിടത്തെ സുരക്ഷയാണ്. ആഗോളതലത്തിൽ ഏറ്റവും സുരക്ഷയുള്ള നഗരങ്ങളിൽ 3-ാം സ്ഥാനമാണ് ദുബായിക്കുള്ളത്. അനുവാദമില്ലാതെ മറ്റുള്ള ആളുകളുടെയോ ചില പ്രത്യേക കെട്ടിടങ്ങളുടെയോ ഫോട്ടോകൾ എടുക്കുന്നത് ഇവിടെ നിയമവിരുദ്ധമാണ്. മോഷണം, മയക്കുമരുന്ന് എന്നീ കേസുകളിൽ ഇവിടെയുള്ളത് കടുത്ത ശിക്ഷാ രീതികളാണ്. പൊതുസ്ഥലങ്ങളിൽ മാന്യമായ വസ്ത്രധാരണ ഇവിടെ പാലിക്കേണ്ടതുണ്ട്. നവംബർ മാസം മുതൽ മാർച്ച് വരെയാണ് ദുബായ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇവിടേക്കെത്താൻ വിസ ആവശ്യമാണ്. ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ എന്നീ എയർപോർട്ടുകളിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് വിമാനങ്ങളുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് UAE എന്ന രാജ്യത്തിലെ ദുബായിലെ മാത്രം കാഴ്ച വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.